നമസ്കാരം. എല്ലാവരെയും ഞാൻ സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് മീനൻ രാശിയുടെ ഫലത്തിലേക്കാണ്. മേടം മുതൽ കുംഭം വരെയുള്ള രാശിയുടെ ഫലം പറഞ്ഞു കഴിഞ്ഞു. എന്ത് ഫലമാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം ഞാൻ രാഹുകേതുക്കളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്കിൽ തന്നെയും പലരുടെയും പല കോണിൽ നിന്നുള്ള അഭിപ്രായം സ്വീകരിച്ചു കൊണ്ടുകൂടിയാണ് അവർ പറയുന്നത് നമുക്ക് 2-3 മാസത്തെ ഫലമൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ടാൽ കൊള്ളാമെന്നുള്ള ഒരഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് കൂടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് മീനൻ രാശിക്ക് ഇപ്പോൾ പൂരിട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന ഈ പറയുന്ന മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ ജന്മത്തിൽ രാഹു പ്രവേശിച്ചിരിക്കണം. നല്ലതല്ലെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. 12-ൽ ശനിയും കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 12-ൽ ശനി അങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇരിക്കും, 2 മാസത്തെ ഫലം എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. സാമ്പത്തിക അടിത്തറയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ 2-ാം ഭാവാധിപത്യം 2-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് സമ്പത്തും കാര്യങ്ങളും വലിയ കുഴപ്പമില്ലാതെയൊക്കെ വന്ന് ചേരും. കുഴപ്പമില്ല. 2-ാമത്തെ രാശി വ്യാഴം ഉള്ളതുകൊണ്ട് ഭദ്രതയെ ഉറപ്പാക്കി തരാനുള്ള സാധ്യത വ്യാഴനുണ്ടെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്ക് മൗഢ്യം പ്രാപിച്ചു നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യത്തിനൊക്കെ എന്തെങ്കിലും കാര്യത്തിന് ഉദ്യമിച്ചാൽ പെട്ടെന്ന് കണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങാനൊരു തടസ്സം വരും. പക്ഷേ ജനുവരി കഴിയുമ്പോൾ കുറച്ചുകൂടെ മാറ്റം വരാനുള്ള സാധ്യത അക്കാര്യത്തിൽ ഉണ്ടെന്നുള്ളതാണ്. 10-ാം ഭാവാധിപത്യവും ജന്മാധിപത്യവും എടുത്ത് വ്യാഴമാണല്ലോ 2-ാമത്തെ രാശി നിൽക്കുന്നത്. അവിടെ 10-ൽ നിൽക്കുന്ന സൂര്യനും ബുധനും നമുക്ക് കുറച്ച് മാറ്റങ്ങളെ തൊഴിൽപരമായ രംഗത്തൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി തരാനുള്ള സാധ്യത ഈ 10-ലെ ബുധൻ കാണിക്കുന്നുണ്ട്. അവിടെ സൂര്യനും കൂടെ നിൽക്കുമ്പോൾ നമ്മൾ നിപുണായോഗം ചെയ്തിട്ടുണ്ട്. ബുധേന നിപുണം ധീ കീർത്തി സൗഖ്യാന്വിതം എന്ന് പറയുന്നത് കൊണ്ട് ബുദ്ധിയും കീർത്തിയും സൗഖ്യമൊക്കെ അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആ മീനൻ രാശിയുടേക്ക് അവർക്ക് പറയുന്നത് ശുക്രൻ അഷ്ടമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യ ബലവാനായിട്ട് മീനൻ രാശിയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ കൂടി നമുക്ക് ഭൗതികമായിരിക്കുന്ന കുറച്ച് നേട്ടവും കാര്യങ്ങളൊക്കെ ആ ശുക്രൻ നമുക്ക് തരും. അങ്ങനെ സാമ്പത്തിക സ്ഥിതിയെയും തൊഴിൽപരമായ മാറ്റങ്ങളെയും ഔദ്യോഗിക സ്ഥാനമാനങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഗുണകരമായ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത ഈ സന്ദർഭത്തിൽ അവിടെ ഉണ്ടാകും. പക്ഷേ അവിടെ രാഹു, നേരത്തെ പറഞ്ഞതുപോലെ രാഹുവിൻ്റെ ജന്മരാശി പരാജയങ്ങളും ദുഃഖവും ദുഷ്കീർത്തിയൊക്കെ ഈ പറയുന്ന ഘട്ടത്തിന് ശേഷം കുറച്ച് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ സ്ഥാനമാറ്റങ്ങളും സ്ഥാനചലനം അനാവശ്യമായിരിക്കുന്ന വാഗ്വാദങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്ഥാനമാറ്റങ്ങളൊക്കെ നമുക്ക് വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ദുഃഖവും ദുഷ്കീർത്തിയും സ്ഥാനഭ്രംശം ധനക്ഷയ അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാനത എന്നാണ്. ചിലവർക്കെല്ലാം ഒരു ചെറിയ മൈനർ ഓപ്പറേഷനോ മറ്റോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്ന് വിട്ടേക്കാം. സ്കിൻ ഡിസീസൊക്കെ വരെയുള്ള സാധ്യതകളും ഉണ്ട്. പാദം കാലുതെറ്റി വീഴാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബാത്റൂം മുതലായിരിക്കുന്ന പ്രത്യേക സ്റ്റെപ്പ് കയറുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ രാഹു എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അത് സ്ത്രീകാരകത്വം എടുത്തിരിക്കുന്ന രാഹു സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീ കാരണമായിരിക്കുന്ന ചില പ്രയാസങ്ങളോ ദുഃഖങ്ങളോ കടന്നു വരാം. 12-ൽ ശനിയായിരിക്കുന്ന ദുർവ്യയങ്ങൾ നമുക്ക് സംഭവിക്കാം. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ഒരു 1-2 മാസം ഒരു ഗ്യാപ്പ് ഇട്ട് അത് കഴിഞ്ഞ ശേഷമായിരിക്കും ചിലപ്പോൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് വരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാന്ദർഭികമായിട്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് 2 മാസത്തെ ഫലം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ചിലവർക്ക് ഈ പറയുന്ന കണക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ആ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചൊക്കെ അങ്ങോട്ട് കടന്നു പോകുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയാൽ മുന്നോട്ട് പോയാൽ അവർക്ക് അത് വിജയപ്രദമായി സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത് രാഹു നിൽക്കുന്ന രാശിയുടെ അധിപതിയായിരിക്കുന്ന വ്യാഴൻ. അപ്പോൾ വിഷ്ണുവിനെയും ഭജിക്കണം. വിഷ്ണുവിനെയും സർപ്പങ്ങളെയും സർപ്പപ്രീതിയും അവശ്യമേവ കരണീയം എന്നുള്ളത് കൊണ്ട് സർപ്പങ്ങളെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് വിഷ്ണുവിനും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ കുറച്ച് നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നതിന് പറയാം. നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെ കിട്ടും. അതുപോലെ 12-ൽ ശനി വന്നിരിക്കുന്നതുകൊണ്ട് ക്രമേണ അത് ദോഷകരമായിട്ട് ഭാവിയിലോട്ട് വരാൻ സാധ്യതകളുണ്ട്. ഒരു തടയിട്ടിപ്പോഴേ പോകുന്നത് നല്ലതാണ്. അതിന് ശാസ്താവിനെ നല്ലവണ്ണം ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ ശാസ്താവിനെന്ന് പറഞ്ഞാൽ നെയ്വിളക്ക് നെയ്പ്പായസം മുതലായിരിക്കുന്ന പിന്നെ നീരാഞ്ജനം മുതലായിട്ട് വഴിപാടുകളെല്ലാം കഴിപ്പിച്ച് അഷ്ടോത്തര ശതപുഷ്പാഞ്ജലിയും ചെയ്യിപ്പിച്ച് 5 പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെ പോയാൽ ഈ ശനിയുടെയും രാഹുവിൻ്റെയും ദോഷഫലങ്ങളൊക്കെ കുറയുകയും അഥവാ നിങ്ങൾക്കത് ഗുണങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യാതെ കടന്നു പോകാനുള്ള ഒരവസരം അത് തരും. മീനക്കൂറുകാരൻ ഞാനിപ്പോൾ അതിനിടയിൽ കൂടെ കുറച്ചുകൂടെ പറയുന്നത് ഓരോ ദശ കൂടി ഇതിനകത്ത് വന്നു ചേർന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. മീനൻ രാശിക്കിപ്പോൾ ദശ എന്ന് പറയുന്ന ആദ്യത്തെ ദിശ ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിന് 6-ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ആദ്യത്തിന് മീനമാസത്തിൽ ജനനമാണെങ്കിൽ
മീനമാസത്തിലെ ജനനം കൊണ്ടും മീനക്കൂറിൽ നിൽക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ രാശിയുടെ ഉച്ചാധിപത്യമൊക്കെ എടുത്തിക്കൊണ്ട് സൂര്യൻ നല്ല ഫലങ്ങളെ തരേണ്ടതാണ്. സ്ഥാനബലം അനുസരിച്ച് ചിലപ്പോൾ ചിലർക്ക് ദോഷം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ചന്ദ്രദശ ആരംഭിച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ കർക്കിടകക്കൂറിൻ്റെ ആധിപത്യം ഉള്ളതുകൊണ്ടും ഈ പക്ഷബലവും കാര്യങ്ങളും നല്ല വരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആത്മാധിപതിനായിരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നല്ല മനഃപ്രസാദവും ഗുണങ്ങളും ഭാര്യാസുഖവും സന്താനസുഖം ഭാര്യാഭർത്തൃ ഗുണങ്ങളും സന്താന സൗഖ്യമൊക്കെ ലഭിക്കാനും നവീന ഗ്രഹനിർമ്മാണങ്ങളും കാര്യങ്ങളും വരാനും വാഹനയോഗവും മറ്റു കാര്യങ്ങളും അങ്ങനെ ഭൗതികമായ നേട്ടങ്ങളെ കൈവരിക്കാനും തൊഴിൽപരമായിട്ട് ഉയർന്ന തലത്തിലേക്ക് പോകാനും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഉദ്യോഗം ലഭിക്കാനുമൊക്കെ ആ സന്ദർഭത്തിൽ ഇടവരുത്തും എന്നുള്ളതാണ്. അത് ചൊവ്വ ആരംഭിച്ചു കഴിഞ്ഞാൽ ചൊവ്വ രണ്ടാം ഭാവാധിപത്യവും ഭാഗ്യാധിപത്യവും എടുത്തിരിക്കുന്നത് കൊണ്ട് ആ ചൊവ്വാദശയ്ക്ക് നമുക്ക് നല്ല ഫലങ്ങളെ തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ അതിൻ്റെ സ്ഥാനം കൂടി നോക്കിക്കൊള്ള ജാതകത്തിൽ കൂടി ഇതെല്ലാം പരിശോധിച്ച് വേണം നമുക്ക് തീരുമാനത്തിലെത്തേണ്ടത്. അടുത്ത രാഹുദശ ആരംഭിച്ച രാഹു നമുക്ക് മീനിൻ്റെ കുറുകാരെ സംബന്ധിച്ച് നിൽക്കുന്ന രാശി. ഇപ്പം ഈ ജന്മരാശി നിൽക്കുന്നതിനെ പറ്റിയല്ല ഇപ്പോൾ പറയുന്നത്. രാഹുവിൻ്റെ ദശാകാലം നമുക്ക് ആരംഭിച്ചാലുള്ള ഫലത്തെയാണ്. അതിപ്പോഴത് നടക്കുന്നവർക്കാണെങ്കിൽ ഈ രാഹുവിൻ്റെ ദശ ജാതക പരിശോധന ചെയ്തു കൊടുക്കുക. എങ്കിലും മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ദോഷമില്ലാതെ കടന്നു പോകണമെന്നാണ് നിയമം. വ്യാഴദശ നല്ലതാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പൊതുവേ നല്ലതായിരിക്കേണ്ടതാണ്. ഇനി അഥവാ ദോഷം ചെയ്യണമെങ്കിൽ അത് നീചത്തിലോ നീചാംശകമോ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രുഷ സ്ഥിതിയോ അഷ്ടമഭാവസ്ഥിതിയോ 6, 8, 12 ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ വ്യാഴം ദോഷമായിട്ട് വരത്തുള്ളൂ. അവിടെ ശുക്രദശ ആരംഭിച്ചാൽ ശുക്രന് നമുക്ക് 3ഉം 8ഉം ഭാവാധിപത്യം ഇരിക്കുന്നതുകൊണ്ട് ശുക്രൻ്റെ ദശയും പൊതുവേ ഇച്ചിരി മോശമായ അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് മറ്റു ഭാവങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടും ദൈവികത്തോടുകൂടി ഈ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ ആദ്യം ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ ഓജരാശിയിലാണെന്നുണ്ടെങ്കിൽ തുലാൻ രാശിയിലാണെന്നുണ്ടെങ്കിൽ ഗണപതി പ്രീതി വരുത്തിക്കൊള്ളണം. ഗണപതി ഹോമം അവന് ഭഗവതി സേവയൊക്കെ ചെയ്യാം. ഈ പറയുന്ന ഇടവൻ രാശിയിലാണെന്നുണ്ടെങ്കിൽ അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന അന്നപൂർണേശ്വരിയും ലക്ഷ്മിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് കൊള്ളാം. അടുത്തത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ശുക്രൻ ശുക്രൻ്റെ ശനിദശയാണ് ആരംഭിച്ച് കഴിഞ്ഞാൽ ശനി 11ാം ഭാവാധിപത്യവും 12ാം ഭാവാധിപത്യം ഇരിക്കുന്നത് കൊണ്ട് അത് ശനിദശയേറ്റാൽ വലിയ ഗുണദോഷമില്ലാതെ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മധ്യമഘട്ടം കഴിയുമ്പോൾ ഭാര്യാഭർത്തൃ ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരേണ്ട സാധ്യത കൂടുതലുണ്ട്. കാലിന് അവശത വരാനുള്ള സാധ്യത ഉണ്ട്. വാദവായു കോപങ്ങളെ ഏകോപിക്കാനുള്ള സാധ്യതയൊക്കെ ആ സമയത്തുണ്ട്. ഞരമ്പ് സംബന്ധമായിരിക്കുന്ന രോഗങ്ങളുമൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ബുധൻ്റെ ദശാകാലമായാലും ബുധൻ ലഗ്നത്തിന് അവകാശ ഗ്രഹമാണെങ്കിലും ഈ ബുധൻ 4ഉം 7ഉം ഭാവാധിപത്യം എടുത്ത് മറ്റ് സ്ഥാനബലങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ സ്ഥാനബലങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ല ഫലത്തെ തരും. ഇങ്ങനെയാണ് നമുക്ക് ഓരോ ദശകളുടെയും ഫലങ്ങളെ. അതിപ്പോൾ ഞാനൊരു ചന്ദ്രരാശി കൊണ്ട് തൽക്കാലം അതിൻ്റെ കൂടെ ഓരോ ദശകളെ എങ്ങനെ ഇരിക്കും ചന്ദ്രരാശിയുടെ ഫലത്തിൽ നിന്ന് സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് അടുത്ത ഓരോ ദശകളെ എങ്ങനെ നമ്മൾ ജനിക്കുന്ന സമയത്ത് നിൽക്കുന്ന സ്ഥാനബലം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഫലം ശരിക്കും നമുക്ക് കിട്ടുക. പലരും 7 ശനിയൊക്കെ ഏറ്റാൽ ദോഷമാണെന്നുള്ള അനുഭവങ്ങളെ പൂർണ്ണമായി ഇവർ പറയുന്നുണ്ടെങ്കിൽ ചിലവർക്കത് ഇപ്പോൾ ഒരു കൂറിൽ 3 നക്ഷത്രങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിട്ട് 2 നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഓരോ നക്ഷത്രത്തിന് അവർ ജനിക്കുന്ന സമയം അനുസരിച്ച് കൂടി നക്ഷത്രത്തിന് ഏത് ദശയിലാണ് ജനനം. ഉദാഹരണമായിട്ട് മീനൻ രാശിയിൽ ഉത്രട്ടാതിയിലാണ് ജനിച്ചാൽ ആദ്യത്തെ ദശാകാലം ശനി ദശാകാലമാണ്. അത് 19 വർഷമാണ്. ആ 19 വർഷത്തിൽ ജനനശേഷം എത്ര കിട്ടിയെന്നുള്ളതാണ് ജന്മശിഷ്ടദശ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്ന്. അടുത്ത രേവതി നക്ഷത്രത്തിനാണെന്നുണ്ടെങ്കിൽ അത് ബുധദശയിൽ 17 വർഷമുണ്ട്. ചിലപ്പോൾ ഈ 17 വർഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ ബുധൻ്റെ ദശ കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ശ്രീയും കടന്നുപോയി കഴിഞ്ഞിരിക്കും. അടുത്ത് നമുക്ക് പൂരുട്ടാതിയുടെ അവസാനമാണ് വന്നിരിക്കണമെങ്കിൽ പിന്നെ അതിൽ 4 വയസ്സിൽ കൂടുതൽ വരാൻ സാധ്യതയില്ല മീനക്കൂറുകാർക്ക്. അപ്പോൾ അവിടെയും ആ ദശ ആരംഭിച്ച് അടുത്ത ദശ ഇപ്പോൾ 40-50 വയസ്സൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് കൂട്ടി വരുന്നോണം ദശകൾ നമ്മൾ എടുക്കുക. ഇങ്ങനെയാണ് ഓരോ ദശകൾ. അപ്പോൾ ഇതിലൊക്കെ ഓരോരുത്തർ ജനിക്കുന്ന സമയത്ത് അവരുടെ യോഗങ്ങൾ, കാരണങ്ങൾ, ദശകളുടെ സ്ഥാനങ്ങൾ, ഗ്രഹങ്ങളെ ബലാബലം ചിന്തിക്കാത്തിടത്തോളം കാലം നമ്മൾ ഒരു ഫലവും നമുക്ക് ഗ്രഹങ്ങളിൽ നിന്ന് കിട്ടത്തില്ല. നിങ്ങൾക്ക് ശുക്രദശ ഉടനെ വരും, അല്ലെങ്കിൽ വ്യാഴദശ ഉടനെ വരും, നമുക്ക് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ അതെല്ലാം അസ്ഥാനത്തായി പോകും. എന്തായാലും ദൈവാനുകൂല്യമുണ്ടത്ര സർവത്ര വിജയപ്രദം എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ സജ്ജന സംഗമവും
പുരാണ പാരായണങ്ങളും നമുക്ക് നല്ലവണ്ണം ഭാഗവതാദി ഇതിഹാസ പുരാണങ്ങളൊക്കെ വായിക്കുകയും അറിയുകയും നല്ലവരോട് സംസർഗം ചെയ്ത് നല്ലവരോട് സംസർഗം ചെയ്തുകൾ നല്ലതേ വന്നുകൂടൂ എന്നുള്ളതുകൊണ്ട് ഓരോ എപ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓരോ ദശ വരുമ്പോഴില്ല, ആപത്തടുത്തിരിക്കും കാലത്തെങ്കിൽ സജ്ജന ഭാഷിതം ശോഭിക്കയില്ലടോ എന്നാണ്. ഒരാപത്ത് വരുന്ന സന്ദർഭത്തിൽ ചെന്ന് കണ്ടാൽ ഒന്നുകൊണ്ട് നമുക്ക് ഫലപ്രദമല്ലാതെ വരും. അപ്പോൾ ഒരു രോഗം തന്നെ അതിൻ്റെ ലാസ്റ്റ് മോഡിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ചികിത്സ കൊണ്ട് ഫലമില്ലാതെ വരുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇതെല്ലാം ഇപ്പോൾ വേണ്ടതുപോലെയൊക്കെ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത മീനൻ രാശിയുടെ ഫലം നമുക്ക് പറയുന്നത് വരെ തൽക്കാലം ഞാൻ നിങ്ങളിൽ നിന്നും കലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.